എന്താ? ഒരു കാര്യം ചോദിച്ചോട്ടെ, പറ. എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? ജസ്റ്റ് മിസ്. ഹലോ. അതും പോയി. അണ്ണ കവലപ്പട വേണ നനച്ച വണ്ടി നനച്ചെടുത്ത് നിൽക്കുക. ഉസ്പേത്തന അവർക്ക് ഡൊമ്മണ് കടുപ്പേത്തന കമ്മണിന്റെ വാഴക്ക് ചമ്മന്ന് പോവാ. ബിരിയാണി കടയായാവോ? ഓ, ഇപ്പൊ പോയനെ. ഇവനെന്തിനമ്മാവാ? ആശ്വാസമായി. ചേട്ടാ, വണ്ടി ഒന്ന് നിർത്തി തരാൻ പറ്റുമോ? സുഹൃത്തെ, ഞാൻ പറഞ്ഞല്ലോ ഇത് പാസഞ്ചറാണ്, വഴി നിർത്താൻ പറ്റൂല. എന്ത് പറ്റി? അത്യാവശ്യമായിട്ടൊന്ന് കക്കൂസി പോണം, പിടിച്ചിക്കാൻ പറ്റണല്ല. അത്രയ്ക്ക് അത്യാവശ്യം? കുമാരണ്ണ, താണ്ടോരത്തിന് തൂറാ പോണോന്ന്. ആറ്റിങ്ങൽ 5 മിനിറ്റ് നിർത്തി കൊടുക്കാം. 5 മിനിറ്റ് കൊണ്ട് അടുത്ത സ്റ്റോപ്പിലേക്ക് മതി. പെട്ടെന്ന് വരണം, വെയിറ്റ് ചെയ്യാൻ പറ്റൂല. ഒരു 5 മിനിറ്റ് ഉള്ളു, വേഗം പറഞ്ഞേ. വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ അവക്കോ ഓ സംഗീതമേ വിണ്ണിലെ ഗന്ധർവ വീണകൾ ചേട്ടാ, അടിപിടിക്കാറിലേക്കുള്ള ബസ് പോയോ? ഇതിനകത്തോടോ? വേണ്ട, പ്രശ്നം. കൊളുത്തൂല്ലേ വള്ളി? ചൂട്. അതും പോയി. എന്റെ വിധി. വന്നിട്ട് എടുക്കാന്ന് വണ്ടി. ചേട്ടോ, ഇത് ഇന്നെങ്ങാനും എടുക്കോ? പോയിട്ട് ഒരുപാട് പരിപാടികളാണ് ചേട്ടാ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഒരാൾ ബാത്റൂം പോയിരിക്കല്ലേ? ചേട്ടാ, അയാളോട് വേറെ വണ്ടിക്ക് വല്ലതും വരാൻ പറ. മറ്റുള്ളവരെ എന്തിനാ ഈ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവ എന്തൊരു കക്കൂസിനെ പേടിച്ചോണ്ടിരിക്കണം. മോളെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഹലോ, പിടിച്ച പാൻറ്റോട് പോയി. യോ, ഹലോ ചേട്ടാ, ചേട്ടാ, ആരെങ്കിലും ഉണ്ടോ അവിടെ? ചേട്ടാ. ഹലോ, ആരാ? എന്താ? അത് ചേട്ടാ, ഞാനിവിടെ പാൻറ്റില്ലാതെ നിൽക്കാണ്. ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യ് പ്ലീസ്. ഞാൻ അത്തരക്കാരനല്ല. അതല്ല, ഞാൻ അബദ്ധത്തില് എന്റെ പാൻറ് വെന്റിലേറ്ററിന്റെ മേലെ വെച്ചാണ്. ഇപ്പൊ കാണല്ല. സത്യത്തിൽ നീ പാൻറ് ഇട്ടോണ്ടാണോ വന്നേ? ഞാൻ പാൻറ് ഇട്ടുണ്ടോ വന്നത്? ഞാനല്ല ഊരിയത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് വലിയ തൊല്ലായില്ലേ? എന്തായാലും ഞാൻ പോയി നോക്കട്ടെ കേട്ടോ. താങ്ക് യു. ഓരോരുത്തരോരോ കോള് ഒപ്പിച്ചോണ്ട് വരും. തുണിയില്ലാതെ അതിനകത്ത് ഇരിപ്പുണ്ട്. എന്തോ ചെയ്യാന്ന് പറ. നീ എവിടായിരുന്നു? നീ ടീ ചാപ്പിട്ട് ഒരുത്തൻ അവിടെ തുണിയില്ലാന്ന് ഇപ്പുണ്ട്. അവന്റെ പാൻറ് കണ്ടില്ല. അപ്പിടിയല്ല, അപ്പിയിടാൻ കേറിയില്ല. ബാ, അവന്റെ പാൻറ് നോക്കട്ടെ. എളുപ്പം വാ. ആദ്യം പാമ്പുണ്ടോ നോക്കാം, പിന്നെ പാൻറ് ഉണ്ടോ നോക്കാം. ഹലോ ചേട്ടോ. ചേട്ടാ വന്നോ? ഞാനിവിടെ വന്നു. പാൻറ് കിട്ടിയാ? പാൻറ് കിട്ടിയില്ല. ഒരു 15 രൂപ ഇവിടെ കിടപ്പുണ്ട്. ഒരു ക്രീം കളർ പാൻറും ബെൽറ്റും. ഇല്ല, പാൻറും ഇല്ല. പിന്നെ ആ ബെൽറ്റ് ഒന്നുകൂടി നോക്ക്. ഇല്ലെന്നേ, എന്റെ ലൈറ്റ് ഇരിപ്പുണ്ട്. ഞാൻ ഇവിടെ അടിച്ചു നോക്കുവാ. ഇല്ല. അയ്യോ, പിന്നെ ആ പാൻറ്റോട് പോയി.
ആ പിന്നെ അത് എന്നോടാണോ ചോദിക്കുന്നേ? ഇല്ലേ ചേട്ടാ ഒരു ഉപകാരം ചെയ്യോ? എന്താ? പുറത്തു പോയിട്ട് നാണം മറക്കാൻ എന്തെങ്കിലും സാധനം വാങ്ങിക്കൊണ്ട് വരുമോ പ്ലീസ്? ഒരു കാര്യം ചെയ്യ്. വാ. ചേട്ടാ തിരുനെൽവേലി. സാറേ എത്ര നേരം എന്ന് പറഞ്ഞാൽ കൈക്കുഞ്ഞുമായിട്ട് ബസ്സിലിരിക്കുന്നത്? ഞങ്ങൾക്ക് വീട്ടിൽ പോകണ്ടേ? ഇത് വിഷമം എന്തുവാ അറിയാം. എനിക്ക് നാളെ സമരത്തിന് പോകാനുള്ളതാണ്. ഏത് സമരത്തിന്? ആർക്കറിയാം, എനിക്ക് സമരം ചെയ്താൽ മതി. ആരടാ ഇത്? ഇയാളവിടെ പോയി കിടക്കാണ്. அண்ணா ആ അണ്ണ പേടിയാവണം അണ്ണ. அண்ணா பயப்படாதீங்கண்ணா. ആ அண்ணா ஆ. நான் இந்த கம்பர் ஸ்டேஷன்ல ஆளுதான். அப்படியா? நான் லைட் ஆஃப் பண்றேன், நீங்க வெளியில வாங்க. ஓ ரொம்ப நன்றி அண்ணா, சீக்கிரம் போங்க. சரிண்ணா, சரிண்ணா. போய் தொலை. ഇതെങ്കിൽ ഇത് എന്തായാലും അവന്റെ ഫ്രണ്ടൊന്ന് മറഞ്ഞാ മതി. ആ ഇത്ര മതിയായിരിക്കും. എന്താടാ? ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? ചേട്ടാ ഒന്നുമില്ലാതൊരുത്തൻ ആ ബാത്റൂമിനകത്ത് നിൽപ്പുണ്ട്. അപ്പൊ അവന്റെ നാണം ഒന്ന് അതിന് മറക്കാൻ. നീ എന്തിനാണ് ഫ്ലെക്സ് കയറണേ? ഇല്ല ഫ്ലെക്സ് അല്ലെ നാണം ഒന്ന് മറക്കാൻ. അയ്യോ പോയല്ലോ. ഡാടാ വാടാ, അവന് നാളെ മറിക്കാൻ ഫ്ലെക്സ് കയറിയേക്കുന്നു. ഇല്ല, ഞാൻ പറഞ്ഞത് സത്യമാ. അവന്റെ കാല്. എത്ര നേരമായി ചേട്ടാ ഇത്? എന്നാ പിന്നെ അവന്റെ ബാഗ് എടുത്ത് കൊടുക്ക്, നമുക്ക് പോവാൻ. അല്ല നിങ്ങളിങ്ങനെ പിടിച്ചോണ്ട് പോവല്ലേ? അയാള് വരാൻ ചേട്ടൻ കൊണ്ട് കൊടുക്കേടാ, പണിയില്ല മനുഷ്യൻ. എന്തൊരു കഷ്ടോടെ ഇത്. പക്ഷെ നിങ്ങൾ എന്നെ വലിച്ചോണ്ട് ഓടല്ലേ? അരിയട ഒന്ന് ഇറങ്ങി പോണ താണ്ടെ കുമാരനെ കൊല്ലുണ്ടാടേ. നിനക്ക് തരാം. എന്തായാലും ഇപ്പൊ കാണാൻ. എവിടെടാ നീ പറഞ്ഞ തുണിയിലാണ്ടിരിക്കണ ആള്? അല്ലേ? ഒന്ന് പൊക്കോ. ഒരു പാവം മനുഷ്യനായിരുന്നു. ആണോ? പുള്ളിയുടെ പാൻറ് അരണ്ടങ്ങ് എടുത്തോണ്ട് പോയെന്ന്. പിന്നെ അനിയ വിഷമിക്കണ്ട, ഒരു 2 സെക്കൻഡ് ഒരു മുണ്ടെടുത്തോണ്ട് ഞാൻ ഇപ്പൊ വരാം. ഒന്ന് മാറണേ, ഒന്ന് മാറും, ഒന്ന് വഴിയെന്ന് മാറ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് നീയാണ്. അനിയ ആ ദേ ഇത് പിടിച്ചോ. എന്ത് പരിപാടിയാണ് ഏട്ടാ കാട്ടിയത്? എന്തിനാ ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നത്? അതൊന്ന് കാര്യമൊക്കെ ഉണ്ട്, എടുത്തോണ്ട് വേഗം വാ. ആൾക്കാർ നല്ല കലിപ്പിലാണ്. വേഗം വാ 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 വാ. മുണ്ടെങ്കിൽ മുണ്ട്. ചേട്ടാ ഇന്നലെ ഒരു വീഡിയോ വൈറലായില്ലേ? ആ പുള്ളിയുടെ വീട് ഇതാണോ? ഇന്നലെ രാത്രി ഇട്ട വീഡിയോ ആണോ? ഇന്നലെ ഇട്ട വീഡിയോ അത് വൈറലായ? 1 മില്യൺ അടിച്ചു. 1 മില്യൺ. 1 മില്യനാ? ആ ഞാനാണത്. അത് ചേട്ടാ. അതെ അതെ. ഇത് പിടി 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 പിടി. ഞാൻ തിരിച്ചിട്ട് വരാം. ഒറ്റ മിനിറ്റ്. ചേട്ടാ ഈ വൈറലായ അയാളുടെ വീട് ഇതാ വീട്. ഇത് റിപ്പോർട്ടർ ചാനലാണ്. അതെ. മറ്റേ മുട്ടയില്ലേ? ഇല്ല ഇല്ല. ഇല്ലെങ്കിലും കുഴപ്പമില്ല. വാ 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 വാ. അമ്മേ നമ്മൾ പഴയ ആൾക്കാരല്ല, സെലിബ്രിറ്റികളാണ്. മനുഷ്യൻ നിങ്ങൾക്ക് നാണില്ലേ? റീൽസ് ചെയ്യുന്നവർക്ക് എന്തോന്ന് നാണോടി. അമ്മേ ഇങ്ങനെ നിൽക്കാതെ വല്ല വെള്ളോ ചായോ എടുത്ത് അടിച്ച് കേറി വാ. നീയും വാ. ദൈവമേ കുളിച്ചില്ല. എന്തായാലും ഇത്രയും പെട്ടെന്ന് വൈറലാവുന്നു എന്തോ വിനോദിനൊന്നും വിളിക്കും. എന്തേ? വിനോദിന് അല്ല, വിനോദ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇന്നലെ ലേറ്റ് ആയിട്ടാണ് വന്നത്. ഇന്ന് ഞായറാഴ്ചയിലാവും. ഒരു 10-10:30 മണിയാകുമ്പോൾ എഴുന്നേക്കുള്ളൂ. ഇപ്പൊ എന്റെ ഭാര്യയും എന്നെ എടുത്താൽ വിനോദും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട്. വിനോദിന്റെ പേരൊക്കെ എങ്ങനെ പഠിച്ചാന്ന് എനിക്കറിഞ്ഞു. ഒരു മിനിറ്റ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. താങ്ക് യു. വിനോദേ, 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 ചേട്ടനൊരു നല്ല കാലം വരുമ്പോ ഇങ്ങനെയാടാ റൂമിൽ കയറി കിടക്കുന്നത്.
വിനോദേ വിനോദ സംഭവം വൈറലായി. ഏഷ്യാനെറ്റ് 24 നമ്മൾ റിപ്പോർട്ട് എല്ലാരും താഴെ വന്നിട്ടുണ്ട്. എന്തിനെ എടാ എന്റെ റീൽസ് വൈറലായി. ഞാൻ ഫേമസ് ആണ് ഇപ്പൊ. നീ വാങ്ങട്ടെ, നിനക്ക് പറയാലോ ശ്രീരാജിന്റെ അനിയനാണെന്ന്. എന്റെ വയറ് ഇനി BBC കൂടെ വരുള്ളൂ, ബാക്കി എല്ലാവരും എന്റെ അനിയൻ. കൈകൂപ്പി. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ നഗ്നതാ പ്രദർശനം നടത്തിയ വിനോദ് എന്ന ചെറുപ്പക്കാരന്റെ വീടിന്റെ മുന്നിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് വിനോദ്. പറയൂ വിനോദ്, എന്താണ് പറയാനുള്ളത്? വിനോദ്, ഈ നഗ്നതാ പ്രദർശനം അവിചാരിതമായി സംഭവിച്ചതാണോ അതോ വൈറലാകാൻ വേണ്ടി താങ്കൾ മനഃപൂർവ്വം ചെയ്തതാണോ? നഗ്നതാ പ്രദർശനം? നീയോ? ഞാനോ? നമ്മുടെ മോനെ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന്. തുണി പൊക്കി കാണിച്ചെന്ന്. ശ്രീരാജല്ല, വിനോദ്. വിവാഹപ്രായം കഴിഞ്ഞിട്ട് പെണ്ണ് കിട്ടാത്തതിന്റെ പ്രതിഷേധമാണോ ഇത്? ചികിത്സയല്ലാതെ ഇതിന് മറ്റൊരു പ്രതിവിധിയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു സിനിമയുടെ ഭാഗമായിരുന്നെങ്കിൽ ഉറപ്പായും ഇതിന് A സർട്ടിഫിക്കറ്റ് കിട്ടിയേനെ. ഇത് പാരാഫീലിയ എന്ന മനോരോഗ പട്ടികയിൽ വരുന്ന ഒരുതരം എക്സിബിഷനിസമാണ്. PSC ടെസ്റ്റ് എഴുതി സർക്കാർ സർവീസിൽ കയറിയ ഒരു ഉദ്യോഗസ്ഥൻ പെരുമാറുന്നത് ഇങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് എഴുതാതെ കയറിയവരുടെ അവസ്ഥ എന്തായിരിക്കും? KSRTC കംഫർട്ട് സ്റ്റേഷനിലെ ലേഡീസ് ടോയ്ലറ്റിൽ അതിക്രമിച്ച് കയറിയ യുവാവ് നടത്തിയ നഗ്നതാ പ്രദർശനം കേരളത്തെ ഒന്നാകെ ഉത്കണ്ഠയിലാക്കിയിട്ടുണ്ട്. നമ്മുടെ സുനിൽ, റിപ്പോർട്ടർ സുനിൽ ലൈനിലുണ്ട്. വിനോദ് എന്ന ചെറുപ്പക്കാരൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് കൂടിയും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അത് സമൂഹത്തിന് തന്നെ വളരെയധികം ദോഷകരമാണ്. വിനോദിന്റെ അച്ഛന്റെ കടയിൽ നിന്ന് മാസപ്പടിക്ക് സാധനം വാങ്ങുന്ന അയൽവാസിയായ ചേട്ടൻ ഇതിനെ കുറിച്ച് എന്താ പറയുന്നത്? അവനാള് പാവാണ്. ഞങ്ങള് സ്ഥിരമായിട്ട് കാണുന്നതാണ് ആശാനെ. ഒരു പുരുഷന്റെ ടോയ്ലറ്റിലേക്ക് ഒരു പെൺകുട്ടിയാണ് ഇപ്പൊ ഇങ്ങനെ കയറി പോയിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു അന്ത്യചർച്ച ഇവിടെ നടത്തുമായിരുന്നു. ഈ തുണിമുക്കി കാണിച്ചെന്ന് പറയുന്ന പയ്യില്ലേ, അവന്റെ പേരെന്ത്? എന്തൊരു വിനോദ്. അഴുക്ക പയ്യ, അവന്റെ അച്ഛൻ അതിനേക്കാളും അഴുക്ക. ഈ പുരുഷ മേധാവിത്വം പബ്ലിക് ടോയ്ലറ്റിന്റെ, അതും ലേഡീസ് ടോയ്ലറ്റിന്റെ മുന്നിൽ വന്ന് നിന്ന് പൗരുഷം പ്രദർശിപ്പിക്കുകയാണ്. ഇതൊക്കെ ഇവന്റെ ചെത്തി പട്ടി കരിഞ്ഞിട്ട് കൊടുക്കണം. സ്ത്രീകളുടെ ഡോറി മുട്ടുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധവും വിവരം ഞങ്ങൾ മലയാളികൾക്കുണ്ട്. ഞങ്ങള് കഴിക്കുന്നതും അരിയാഹാരമാണ്. തനിക്ക് ഇത്ര മുട്ടി നിൽക്കുവാണെ താൻ പോയി പെണ്ണ് കെട്ടോ. ഭയങ്കര കഷ്ടം. നിനക്കൊക്കെ ആര് പെണ്ണ് തരാനാടാ?